ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാൻ ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മീദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനമാണ് ഏകാദശി ദിവസം. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഭഗവദ്ഗീത ഉപദേശിച്ച മഹാപുണ്യദിനമായും അതുപോലെ തന്നെ ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തുകയും ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയ മഹാപുണ്യദിനമായും ഈ ദിവസത്തെ കരുതുന്നു. ഏകാദശിയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ പറയുന്നത്, അദ്വൈതാചാര്യൻ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയ മഹാപുണ്യദിനമാണ് ഏകാദശി എന്നും പറയുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന ഒരു മഹാപുണ്യദിനം കൂടിയാണ് ഏകാദശി. ഭക്തന്മാരിൽ ഉത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ, കൂറൂരമ്മ, വിശ്വമംഗലം സ്വാമികൾ ഇവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച ഒരു മഹാപുണ്യദിനമാണ് ഏകാദശി ദിനം എന്നും പറയുന്നു. ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്ന ഒരു മഹാപുണ്യദിനം കൂടിയാണ് ഏകാദശി ദിനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യദിനമായും ഏകാദശിയെ ആചരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണ് ഏകാദശി ദിനം. ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ മഹാപുണ്യദിനമാണ് ഇന്ന്. എല്ലാ ഭക്തജനങ്ങളുടെയും ആരാധനപാത്രമായ നമ്മുടെ ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ അന്ത്യദിനമാണ് ഏകാദശി ദിനം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയം ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ച മഹാപുണ്യദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുന്ന മഹാപുണ്യദിനം കൂടിയാണ് ഏകാദശി ദിവസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്